വേദനിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. KSRTC ഉദ്യോഗസ്ഥനായ സതീശന്റെ മകൾ വൃന്ദയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. മുറിയിൽ നിന്ന് മയങ്ങാനുള്ള മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സന്തുന സജു ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്തുന, എന്താണ് സംഭവിച്ചത് എന്നതാണ് പ്രാഥമിക നിഗമനം. കുഴഞ്ഞു വീണാണ് മരിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ്. ഈ മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ വൃന്ദ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ സാന്ത്വന? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തിരുവനന്തപുരം വെങ്ങാനൂർ പുല്ലാനിമുക്കിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. KSRTC ഉദ്യോഗസ്ഥനായ സതീശന്റെ മകൾ വൃന്ദയാണ് ഇന്നലെ രാത്രി മരിച്ചിരിക്കുന്നത്. ഈ കുട്ടി ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന് അമ്മയോട് പറയുകയായിരുന്നു. ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോൾ കുഴഞ്ഞു വീണ മരിക്കുകയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുഴഞ്ഞു വീണതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഈ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ ശേഷം അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ്. 4 വർഷം BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 5ാമത്തെ വർഷം അവിടെ ബോണ്ട് ചെയ്യുന്ന വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബാലരാമപുരം പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ മുറിയിൽ നിന്നും മയങ്ങാനുള്ള മരുന്ന് കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. മരുന്ന് വെക്കുന്ന ഈ ഗുളികകൾ വെക്കുന്ന കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അമിതമായി ഈ മരുന്ന് കഴിച്ചതാണോ, മയങ്ങാനുള്ള മരുന്ന് കഴിച്ചതാണോ ഈ മരണത്തിന് കാരണമാക്കിയത് എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മഹത്യ ചെയ്തതാണോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാവിലെയാണ് ബലരാമപുരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ എന്താണ് കൃത്യമായ മരണ കാരണമെന്ന് എന്തായാലും മനസ്സിലാകുകയുള്ളൂ. ഡോക്ടർ ഓക്കെ, താങ്ക് യു. സാന്ത്വനയാണ് വിവരം നൽകിയത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. മയങ്ങാനുള്ള ഗുളികകളൊക്കെ ഒരുപക്ഷെ അമിതമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും മരണത്തിന് കാരണമായേക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണ് മരിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും എന്താണ് സംഭവമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതിലൊരു അഭിപ്രായം പറയാം. പ്രിയപ്പെട്ടവരെ,